അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, ഏതൊരു മനുഷ്യനും മരണമെന്നുള്ളത് നിർബന്ധമാണ്, യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞ് ഒരിക്കലും മരണത്തിന് കൊതിക്കുന്നത് ശരിയല്ല. ഏത് ബുദ്ധിമുട്ട്, ഏത് പ്രയാസങ്ങൾ, ഏത് കഷ്ടപ്പാട് വന്നാലും ഞാനൊന്ന് മരണപ്പെട്ടു പോയിരുന്നെങ്കിലോ എന്നൊരിക്കലും നാം ചിന്തിച്ചു പോകരുത്. അത് നമ്മുടെ വിവരക്കേടാണ്. നമ്മൾ ചിന്തിക്കുന്നത് ഈ മരണത്തോടുകൂടെ എല്ലാം അവസാനിച്ചു എന്നാണ്. അല്ല, അതിലൂടെ തുടങ്ങുകയാണ്. അതുകൊണ്ട് ഒരിക്കലും മരണത്തിന് കൊതിക്കുക എന്നുള്ളത് നല്ല സ്വഭാവമല്ല. മുത്തനബി പറയുന്നത് കാണാം, ലാ യതമന്ന അഹദുകുമൽ മൗത, ഒരാളും മരണത്തിനെ കൊതിച്ചു പോകരുത്. ലിളുറിൻ നസല ബിഹി, അവരിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നതിൻ്റെ പേരിൽ അവനൊരിക്കലും മരണത്തിന് കൊതിക്കരുത്. ഫൈൻകാനല, നിർബന്ധമായിട്ടും അയാൾക്ക് അങ്ങനെ കൊതിക്കേണ്ടി വന്നാൽ എന്ന് പറഞ്ഞാൽ എല്ലാം അയാൾ പ്രതീക്ഷ വിട്ടു നിൽക്കുകയാണ് എന്നൊരവസ്ഥയിൽ പോലും അയാൾ മരണത്തിന് കൊതിക്കുകയല്ല. ആ സമയത്ത് മുത്തുനബി നമ്മളോട് പഠിപ്പിക്കുന്നൊരു ദുആയുണ്ട്, അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലീ വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലീ. വല്ലാത്തൊരു ദുആയാണ് മുത്തുനബി നമ്മെ പഠിപ്പിച്ചത്. അല്ലാഹുവിനോട് ദ്വാരിക്കണം, റബ്ബേ, എനിക്ക് ജീവിതം ഖൈറാവുന്ന സമയത്തോളം എനിക്ക് ജീവിക്കാനുള്ള തൗഫീഖും, ഏത് സമയത്താണോ എൻ്റെ മരണം ഖൈർ, ആ സമയത്ത് എന്നെ മരിപ്പിക്കണേ എന്നുള്ളത്. അല്ലാതെ നമ്മളൊരു സമയം നിശ്ചയിച്ച് ആ സമയത്താണ് എനിക്ക് മരിക്കൽ ഖൈർ എന്ന് കരുതൽ, അത് ശരിയല്ല. ഖൈറും ശർറും തീരുമാനിക്കുന്നവൻ റബ്ബാണ് എന്ന് വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട വിഷയമാണ്. ബഹുമാനപ്പെട്ട സഹ്ൽ ബിൻ അബ്ദുല്ലാഹി തസ്തരി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ലാ യതമന്നൽ മൗത, മരണത്തിന് കൊതിക്കുകയില്ല, ഇല്ലാ സലാസ, മൂന്നാൾക്കാരല്ലാതെ. ഈ മൂന്നാൾക്കാർ മാത്രമേ മരണത്തെ കൊതിക്കുകയുള്ളൂ. ഒരാൾ റജുലുൻ ജാഹിദുൻ ബിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിവരമില്ലാത്തവനെ മരണത്തിന് കൊതിക്കുകയുള്ളൂ. പലപ്പോൾ അങ്ങനെയാണല്ലോ, ഞാനൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എല്ലാം തീർന്നല്ലോ. തീർന്നിട്ടില്ല, അതോടുകൂടെ തുടങ്ങുകയാണ്, പുതിയൊരു ജീവിതം തുടങ്ങുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വിവരമില്ലാത്തവനാണ് മരിക്കാൻ കൊതിക്കുക എന്നുള്ളത്. ഔ റജുലുൻ യഫിറു മിൻ അഖ്ദാരില്ലാഹി അലൈഹി, മറ്റൊരാളെന്താ, അള്ളാഹുവിന്റെ കണക്കാക്കൽ. ഇപ്പൊ ഏതൊരു മുസീബത്ത് വന്നപ്പോൾ അല്ലേ അയാളുടെ മരണത്തിന് കൊതിക്കുക. അപ്പൊ അള്ളാഹുവിന്റെ ആ കതിരിനെ തൊട്ട് അദ്ദേഹം ഓടിപ്പായാനാണ് ഉദ്ദേശിക്കുന്നത്. അത്തരമുള്ള ആൾക്കാരാണ് മാത്രമേ മരണത്തിന് കൊതിക്കുകയുള്ളൂ. അതേ സമയത്ത് മറ്റൊരാളുണ്ട്, ഔ മുഷ്താഖുൻ മുഹിബ്ബുൻ ലിഖാഇല്ലാഹി തആല, ആണ് അല്ലാഹുവിനെ കൊതിച്ച് ഒന്ന് അല്ലാഹുവിലേക്ക് എത്തിപ്പെട്ടില്ലെങ്കിലോ, ഒന്ന് അല്ലാഹുവിനെ കാണാനുള്ള അവസരം കിട്ടിയിരുന്നെങ്കിലോ മരണത്തോടെ കൂടെയല്ലേ അത് സാധിക്കുകയുള്ളൂ, അല്ലാഹുവിനെ ശരിക്കൊന്ന് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ കൊതിക്കുന്നവർ മാത്രമേ മരണത്തിന് കൊതിക്കുകയുള്ളൂ എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളെ മരണത്തിന് കൊതിക്കണമെങ്കിൽ ഈ മൂന്നാമത്തെ ഒരു അവസ്ഥയിൽ എത്തിയിട്ട് മാത്രമേ മരണത്തിന് കൊതിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത ഒരു രീതിയിലും നാം മരണത്തിന് കൊതിക്കുന്നവരാകരുത്. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് റൂഹ് പിടിക്കാൻ വേണ്ടി അസ്റാഹിൽ അലൈഹിസ്സലാം വന്നപ്പോൾ ഒരു സന്ദർഭം മഹാന്മാര് രേഖപ്പെടുത്തുന്നത് കാണാം. അങ്ങനെ അസ്റായിൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് സമ്മതം ചോദിക്കുകയാണ്. അവിടുത്തെ റൂഹ് പിടിക്കാനാണ് അല്ലാഹുവിൻ്റെ ഓർഡർ, ഞാൻ റൂഹ് പിടിക്കാൻ വന്നതാണ്. അപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചു, അല്ല, ഞാൻ അല്ലാഹുവിൻ്റെ ഖലീലാണല്ലോ, അപ്പൊ എൻ്റെ റൂഹിനെ അല്ലാഹു പിടിക്കുകയാണോ, ഇത്ര പെട്ടെന്ന് എന്നെ അല്ലാഹു പിടിക്കുകയാണോ, അത് ശരിയാണോ, ഒരു ഖലീലിനോട് അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ അങ്ങോട്ട് മലക്കുൽ മൗത്തിനോട് ചോദിച്ചു. അപ്പൊ തിരിച്ചും ആ മലക്കുൽ മൗത്ത് അല്ലാഹുവിൻ്റെ അടുക്കൽ പോയി ഈ കാര്യം പറയാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഖലീൽ പെട്ടെന്ന് അവിടുത്തെ ഖലീലിന്റെ റൂഹ് പിടിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു ഇങ്ങോട്ടൊരു മറുപടി ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പറയാൻ പറയുന്നുണ്ട്, കുല്ലഹു ഹൽ റഅയ്ത ഖലീലൻ യക്റഹു ലിഖാഅ ഖലീലിഹി. ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പോയി പറയണം, അവന്റെ ഖലീലാണല്ലോ, അപ്പോൾ അള്ളാഹുവിനൊന്ന് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ, അത് പെട്ടെന്ന് ആകാനല്ലേ ഒരു ഖലീൽ കൊതിക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ ആ ഖലീൽ ഒരിക്കലും മരണത്തിനെ വെറുക്കൂലല്ലോ എന്ന്
ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറയാൻ വേണ്ടി അള്ളാഹു പറഞ്ഞയക്കുകയാണ്. ആ കാര്യം ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് വല്ലാത്ത താല്പര്യം തോന്നി. ആ സമയത്തങ്ങ് സമ്മതം നൽകുകയും അതോടുകൂടി ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ റൂഹ് പിടിക്കുകയും ചെയ്തു എന്ന് മഹാന്മാരെ രേഖപ്പെടുത്തുന്നത് കാണാം. ഇതിലൂടെയൊക്കെ നമുക്ക് വലിയ പാഠം. അതേ മരണത്തോടു കൂടെ ചില ആൾക്കാർക്ക് വലിയ സന്തോഷമാണ്, അതേ സമയത്ത് പരാജിതർക്ക് വലിയ നാശത്തിൻ്റെ തുടക്കമാണ് മരണമെന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മരണം നമ്മുടെ വിജയത്തിൻ്റെ തുടക്കമാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.